ക്രിസ്ത്യാനികൾക്ക് ഓണം ആഘോഷിക്കാനായിട്ട് പറ്റുമോ? ഇന്ന് ക്രിസ്ത്യാനികളും കത്തോലിക്കരായിട്ടുള്ള പലരും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓണം ആഘോഷിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ചിലർ പറയുന്നു ആഘോഷിക്കാമെന്ന് പറയുന്നു, ചിലർ പറയുന്നു ആഘോഷിക്കേണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ ചില വൈദികർ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കേണ്ടെന്ന് പറയുന്നവരുണ്ട്, ആഘോഷിക്കണം എന്ന് പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ അൽമായരും പറയുന്നുണ്ട്, ആഘോഷിക്കേണ്ട എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ കേട്ടിട്ടുണ്ട്. ഓണം ക്രിസ്ത്യാനികൾ ആഘോഷിക്കാൻ പാടില്ല, ഇന്നത്തെ യുവാക്കൾക്കൊന്നും ഒരു പണിയില്ല, അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ആഘോഷം വേണം എന്നുള്ളത് കൊണ്ട് ഓണം അങ്ങോട്ട് ആഘോഷിക്കുകയാണ്. അപ്പം ഒരു ജോലിയൊക്കെ ഇല്ലാത്തത് കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ആഘോഷത്തിൽ പങ്കെടുക്കുന്നത്. ഇങ്ങനെയുള്ള ടോക്കുകൾ, സന്ദേശങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പറയുമ്പോൾ അത് പലരുടെയും മനസ്സിന് മുറിവേൽക്കുന്നതാണ്. അപ്പോൾ ചില അൽമായ നേതൃത്വത്തിലുള്ള ആൾക്കാരൊക്കെ ഓണം ആഘോഷിക്കരുത് അല്ലെങ്കിൽ ഓണം ആഘോഷിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. വേറൊരു വീഡിയോ കണ്ടത് ഇങ്ങനെയാണ്, അതായത് നമ്മൾ പാതാളത്തിലേക്ക് പോയവനെ ആഘോഷിക്കേണ്ടവരല്ല, അല്ലെങ്കിൽ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയവനെ ആഘോഷിക്കേണ്ടവരല്ല. പകരം നമ്മൾ ഉന്നതത്തിലേക്ക് പോയവനെ, ഉദ്ധാനം ചെയ്ത് ഉന്നതത്തിലേക്ക് പോയവനെയാണ് നമ്മൾ ആഘോഷിക്കേണ്ടത്. അല്ലെങ്കിൽ അവനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഇരിക്കേണ്ടത്, അല്ലാതെ പാതാളത്തിൽ പോയവനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. നമുക്ക് ധാരാളം ആഘോഷങ്ങൾ ഉണ്ടെന്നും അവരുടെ ആഘോഷം അവർക്ക് കൊടുത്തേക്ക്, നമുക്കത് വേണ്ട, നമുക്ക് ധാരാളം ആഘോഷങ്ങൾ ഉണ്ടല്ലോ. അതുകൊണ്ട് ഓണം ആഘോഷിക്കേണ്ട, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കരുത് എന്നുള്ള ഒരു സന്ദേശമാണ് ഒരു അച്ഛൻ ഇങ്ങനെ വീഡിയോയിലൂടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സമൂഹത്തെ ചിലപ്പം വേദനിപ്പിക്കും. മാത്രമല്ല, ഇത് ഒരു മതവിശ്വാസികളെ മറ്റൊരു മതവിശ്വാസികളിൽ നിന്ന് തമ്മിൽ അകറ്റുന്ന വിധത്തിലുള്ള ഒരു സന്ദേശമാണ്. കാരണം വെച്ചാൽ ഓണം ഒരു പ്രത്യേക മതസ്ഥര് മാത്രം ആഘോഷിക്കുന്ന ഒരു സംഭവം അല്ലല്ലോ. ഓണം എന്ന് പറയുന്നത് കേരളത്തിൽ എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ ഉത്സവമാണല്ലോ ഓണം, അല്ലേ? അപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ ഓണം ആഘോഷിക്കരുത് എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ശരിക്കും ഓണം പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെട്ടവനെ ആഘോഷിക്കുന്ന ഒന്നാണോ, അല്ലെങ്കിൽ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയവനെ ആഘോഷിക്കേണ്ട ഒന്നാണോ? അങ്ങനെ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണോ ഓണം? ഓണം എന്ന് പറയുമ്പോൾ ശരിക്കും പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയവൻ, അല്ലെങ്കിൽ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെട്ടവൻ, ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകളൊക്കെ വിടുക. അതിലല്ല നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത്. ഇതൊരു ഐതിഹ്യത്തിൽ പറയുന്ന കാര്യങ്ങളാണ്, പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ശരിക്കും ഓണം എന്ന് പറയുന്നത് എന്താണ്? ഓണം എന്ന് പറയുന്നത് കേരളത്തിന്റെ പ്രധാനപ്പെട്ട സാംസ്കാരികമായിട്ടുള്ള ആഘോഷങ്ങളിൽ ഒന്നാണ്. അത് സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ഐക്യത്തിന്റെയും പ്രത്യാശയുടെയും ഉത്സവമാണ്. ഇവിടെ ജാതിയെന്നൊന്നുമില്ല, ഇവിടെ മതമെന്നൊന്നുമില്ല, ഇവിടെ സാമൂഹികമായിട്ടുള്ള പ്രത്യയശാസ്ത്രങ്ങൾ ഇങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന കേരളത്തിന്റെ ഒരു ദേശീയ ഉത്സവം, അതാണ് ശരിക്കും ഓണം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇതിന്റെ കാതലായിട്ടുള്ള പോയിന്റ്? അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അതിനെ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓണം ആഘോഷിക്കണോ വേണ്ടയോ എന്നുള്ളതിന് വലിയൊരു ഉത്തരം നമുക്ക് കിട്ടും. ഓണത്തിന്റെ പാരമ്പര്യ കഥ എന്ന് പറയുന്നത് മഹാബലി രാജാവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മഹാബലിയുടെ കാലത്ത് കേരളത്തിൽ എല്ലാവരും സന്തോഷത്തോടെയും സമത്വത്തോടെയും ജീവിച്ചു എന്നാണ് ഐതിഹ്യം. വർഷത്തിലൊന്ന് തൻ്റെ പ്രജകളെ കാണാനായിട്ട് മഹാബലി കേരളത്തിൽ വരുന്നു എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ ഒരു ആഘോഷമാണ് ഓണം എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ആശയം എന്താ, അല്ലെങ്കിൽ ഇതിന്റെ പ്രധാനപ്പെട്ട സന്ദേശം എന്താണ്? ഈ സന്ദേശമാണ് ശരിക്കും ഓണാഘോഷം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഇതിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെട്ടവൻ, പാതാളം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രം നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു ആശയവും അതിലൊരു സന്ദേശവും ശരിക്കും അവിടെ നമ്മൾ മറച്ചു വെക്കുകയാണ്. ആ സന്ദേശത്തെ ഉയർത്തിപ്പിടിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ ആശയത്തെ ഉയർത്തിപ്പിടിച്ചിട്ടാണ് നമ്മൾ ശരിക്കും ഓണം ആഘോഷിക്കേണ്ടത്. ഓണത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ഇതിൻ്റെ 6 സന്ദേശങ്ങൾ എടുത്ത് പറയണം. ഈ 6 സന്ദേശങ്ങളാണ്, അല്ലെങ്കിൽ 6 ആശയങ്ങളാണ് ശരിക്കും നമ്മൾ ഓണമായിട്ട് ആഘോഷിക്കുന്നത്. ഒന്നാമത്തേതായിട്ട് പറയാനായിട്ട് പറ്റുക ഒരുമ. നമ്മളെല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്നു. ജാതിയെന്നോ മതമെന്നോ അങ്ങനെയുള്ള പ്രത്യയശാസ്ത്രങ്ങളോ അങ്ങനെയുള്ള വേർതിരിവുകളൊന്നുമില്ല. എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്നു. ഒരു ഒരുമ, ഒരു ഐക്യം, ഒരു യൂണിറ്റി അവിടെയുണ്ട്. രണ്ടാമത്തേതെന്ന് പറയുന്ന സമത്വം. എല്ലാവരും ഒരേ സന്തോഷത്തിലും സമത്വത്തിലും പങ്കുചേരുന്നു. മൂന്നാമത്തേത് സമൃദ്ധി. വിളവെടുപ്പിന്റെയും സമൃദ്ധിയുടെയും ആഘോഷമാണത്. ഇതൊക്കെ അപ്പോൾ ശരിക്കും കേരളത്തിലെ മനുഷ്യരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ആഘോഷങ്ങളൊക്കെയാണല്ലോ. നാലാമത്തേന്ന് പറയുന്നത് സ്നേഹം. കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഒരുമിച്ച് അവർ പരസ്പരം സ്നേഹിക്കാനും പരസ്പരം സന്തോഷങ്ങൾ പങ്കുവെക്കാനുള്ള സമയമാണത്. അഞ്ചാമത്തേത് പങ്കുവെക്കൽ. ഓണസദ്യയും സമ്മാനങ്ങളും സന്തോഷങ്ങളൊക്കെ പരസ്പരം പങ്കിടുകയാണ്. എന്തൊരു സന്തോഷമാണ് അവിടെ. അവസാനത്തെ അല്ലെങ്കിൽ 6ാമത്തെ എന്ന് പറയുന്നത് നന്മയുടെ ഓർമ്മ. നല്ലൊരു സമൂഹത്തിന്റെ സ്വപ്നം ഓണം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഓണം എന്ന് പറയുന്നത് അത് കേരളത്തിൽ ആഘോഷിക്കുമ്പോൾ ശരിക്കും അത് മനുഷ്യരെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒന്നാണ്.
പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒന്നാണ്, പരസ്പരം പങ്കുവെക്കാൻ പഠിപ്പിക്കുന്ന ഒന്നാണ്. നല്ലൊരു സമൂഹം എങ്ങനെയായിരിക്കണമെന്ന് ശരിക്കും ഓണം നമ്മെ ഓർപ്പിക്കുകയാണ്. ശരിക്കും വിശുദ്ധ ഗ്രന്ഥം ഒന്ന് എടുത്തു നോക്കുക, വിശുദ്ധ ബൈബിൾ എടുത്തു നോക്കുക. ഇതൊക്കെ തന്നെയല്ലേ ഈശോ പറഞ്ഞത്? പരസ്പരം സ്നേഹിക്കാനും സന്തോഷിക്കാനും ഒന്നിക്കാനും പങ്കുവെക്കുവാനും ഇതൊക്കെയാണ് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത്. ശരിക്കും ഓണം എന്ന് പറയുന്നത് അവിടെ സ്നേഹവും സമത്വവും പങ്കുവെക്കലും സന്തോഷവും ഒരുമയും ഐക്യവും ഇതെല്ലാം മനുഷ്യർ ഒരുമിച്ച് നിന്ന് ഒരുമയോടെ ആഘോഷിക്കുന്ന ഒന്നാണ് ഓണം. ഈ സന്ദേശങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ ഹൃദയത്തിൽ ആത്മാവിൽ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഓണം മറ്റുള്ള മനുഷ്യരുമായിട്ട്, നമ്മുടെ സുഹൃത്തുക്കള്, മറ്റു മതസ്ഥര്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങള്, ഏതൊരു മനുഷ്യരായിക്കോട്ടെ, അവരെല്ലാവരും കൂടെ ചേർന്ന് ഓണം ആഘോഷിക്കുന്നതെങ്കിൽ അതിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു തിന്മയും ഒരു അന്ധകാര ശക്തിയും കടന്നു വരാനായിട്ട് പോകുന്നില്ല. അതായത് ഓണം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ആഘോഷമാണ്. ഇത് നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ഒക്കെ മറ്റുള്ളവരോട് സ്നേഹവും ആത്മാർത്ഥതയും ഐക്യവും ഒക്കെ കൂടുകയാണെങ്കിൽ ഓണം എന്ന് പറയുന്നത് നല്ലൊരു ആത്മീയ ആഘോഷമാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.